Hi everyone, good day. Hope you all are staying good. Today I'm going to talk about My Last Duchess written by Robert Browning. Robert Browning was a poet of the Victorian age. From a very early young age, he wanted to be a poet. Shelley was his hero. Browning's wife, Elizabeth Barrett Browning, was also a poet. She was older to him by 6 years, and poems like By the Fireside or One Word More and Lyric Love show his intense feeling for her. He used a dramatic monologue with great success. Dramatic monologue is a self-revelatory soliloquy. In it, a single character talks to himself or an imagined listener, and it helped Browning to explore the human psyche in all its complexities. Some of his world-famous poems, apart from My Last Duchess, are Pippa Passes, The Pied Piper of Hamelin, A Grammarian's Funeral, Fra Lippo Lippi, and Del Sarto. After the major romantic poets, Browning is the most important poet of the 19th century. My Last Duchess is one of the best poems of Browning, and it is set in the Italian town of Ferrara. It was written at a time when women were considered as mere property. In the poem, the Duke thinks his wife's happy disposition a crime. The monologue is his justification for the murder of his wife. He then negotiates a new marriage. He also gives a warning that his new wife should live as per his dictates. The character of the Duke is modeled on Alfonso d'Este, a Duke of Ferrara, who lived in Italy in the 15th century. He married three times. He too was a lover of art as a duke in the poem. Okay, I think we can move to the explanation. Okay. സോ നമ്മുടെ റൈറ്റർ അദ്ദേഹം ഒരു വിക്ടോറിയൻ ഏജിലെ റൈറ്ററായിരുന്നു, കവിയായിരുന്നു അദ്ദേഹം. ചെറുപ്പം തൊട്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പോയിറ്റ് ആണെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെല്ലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് അദ്ദേഹത്തെക്കാളും 6 വയസ്സ് മുതിർന്നവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോംസ് ഇവിടെ പറയുന്നുണ്ട്. ബൈ ദ ഫയർ സൈഡ് ആൻഡ് അതുപോലെ വൺ വേർഡ് മോർ ആൻഡ് എ ലിറിക് ലവ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വൈഫിനോടുള്ള ആ ഇൻറ്റൻസ് ലവ് അത് കാണിക്കുന്ന തരത്തിലുള്ള പോംസാണ്. അതുപോലെ അദ്ദേഹം ഡ്രമാറ്റിക് മോണോലോഗ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് പറയുന്നത്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് റെവലേറ്ററി സൊല്ലോക്കിയാണ്. അതൊരു സ്വയം ആത്മകഥം ചെയ്യലാണ്. അതിൽ പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടർ സംസാരിക്കുന്നതായിരിക്കും. അതിലൂടെ ചിലപ്പോൾ ശരിക്കും അത് കേൾക്കാനായിട്ടൊരു ലിസണർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലിസണർ എന്തായിരിക്കും, ഇമാജിനറി ആയിട്ടുള്ള ഒരു ആളായിരിക്കും, സാങ്കല്പികം മാത്രമായിരിക്കും. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞ ടെക്നിക്കിലൂടെ അദ്ദേഹത്തിന് നന്നായിട്ട് ഹ്യൂമൻ സൈക്കി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വർക്ക്സ് ഇവിടെ പറഞ്ഞു. മൈ ലാസ്റ്റ് ടച്ചസ്, അതുപോലെ പിപ്പ പാസസ്, ദ പൈഡ് പൈപ്പർ ഓഫ് ഹാംലിൻ ആൻഡ് എ ഗ്രാമാറിയൻസ് ഫ്യൂണറൽ, ഫ്രാ ലിപ്പോ ലിപ്പി ആൻഡ് ഡെൽ സാർട്ടോ. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത്. മൈ ലാസ്റ്റ് ടച്ചസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് പോംസിൽ അറിയപ്പെടുന്ന ഒരു പോമാണ് നമ്മുടെ മൈ ലാസ്റ്റ് ടച്ചസ് എന്നുള്ളത്. അത് ഇറ്റാലിയൻ ടൗൺ ഓഫ് ഫെഡറലിലാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പോമിൽ പറയുന്നത് ഇറ്റാലിയൻ ഇറ്റലിയിലെ ടൗണിൽ, ഫെററ എന്ന് പറഞ്ഞ ടൗണിൽ ഒരു സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. അതായത് സ്ത്രീകൾ വെറും ഒരു സ്വത്ത് മാത്രമായിട്ട് കണക്കാക്കിയിരുന്ന കാലഘട്ടത്താണ് അദ്ദേഹം ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ കവിതയിൽ ഡ്യൂക്കിൻ്റെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. ഡ്യൂക്കിൻ്റെ ഭാര്യനെയാണല്ലോ ഡച്ചസ് എന്ന് പറയാം. സോ ഈ കവിതയിൽ ഡ്യൂക്കിൻ്റെ ഭാര്യയുടെ, അതായത് ഡച്ചസിൻ്റെ മറ്റുള്ളവരോടുള്ള അവരുടെ സന്തോഷപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയപരമായിട്ടുള്ള പെരുമാറ്റം അതൊന്നും ഡ്യൂക്കിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു മോണോലോഗ് എന്താണ്, ഡ്യൂക്ക് തൻ്റെ ഭാര്യയെ കൊല ചെയ്യിച്ച് ന്യായീകരിക്കുകയാണ്. അപ്പോൾ അയാൾ പിന്നീട് എന്താണ് ഒരു പുതിയ കല്യാണാലോചന നടത്തുന്നുണ്ട്. പുതിയ ഭാര്യ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കണം, അതായത് ഒതുക്കത്തിലും അടക്കത്തിലും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ജീവിക്കണം എന്നൊരു താക്കീത് കൂടി അദ്ദേഹം ഈ ഒരു പോമിൽ തരുന്നുണ്ട്. പിന്നെ ഈ കവിതയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ 56 ലൈൻസ് ആണുള്ളത്. അതെല്ലാം ഒരു ലോങ് സ്റ്റാൻസ് ആയിട്ട് ഒരു സിംഗിൾ സ്റ്റാൻസിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പറയുന്നത് ഒരു റൈമിങ് കപ്ലെറ്റ്സിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ
മോസ്റ്റ് ലൈൻസ് ആർ ഇൻ അയാംബിക് പെൻറ്റമീറ്റർ. അയാംബിക് പെൻറ്റമീറ്റർ എന്നുള്ള നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ലൈൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ലൈൻസ് 1 to 13. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളതിൻ്റെ ആ ഒരു പാറ്റേൺ പറഞ്ഞു, സ്റ്റാൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ ലൈൻസിലും ഇതിന് കറക്റ്റായിട്ട് നമുക്കൊരു മീനിങ് കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ലൈൻസ് വായിക്കുമ്പോഴേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് അങ്ങനെ വായിക്കുമ്പോൾ മാത്രമേ ഇത് നമുക്ക് മീനിങ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, so lines 1 to 3 that speak the Duke of Ferrara calls the attention of a guest to a painting of his former wife hanging on the wall. The Duke praises the painting for looking so lifelike. He says the painter, Fra Pandolf, worked hard on it. The Duke asks the guest to sit and look at the work. The Duke then explains that he deliberately mentioned the name of the painter because strangers like the guest always look at the picture and wonder how such earnest passion and look came on the face of the Duchess. If they dared, they would ask him, the Duke, how an expression like that came into her face. They always ask the Duke because only he pulled back the curtain that reveals the painting. The Duke says that the guest is in the first person to ask such a question. അപ്പോൾ ദ ഡ്യൂക്ക് ഓഫ് ഫെറാറ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചിത്രം എന്താണ് ഒരു അതിഥിയെ കാണിക്കുകയാണ്. അപ്പോൾ ആ അതിഥി ആരാണ്? അയാൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യയുടെ അച്ഛൻ പറഞ്ഞയച്ച ഒരു മെസ്സഞ്ചറാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അതിഥി. അപ്പോൾ അയാൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യൻ്റെ അച്ഛൻ്റെ മെസ്സഞ്ചറായ ഇയാളുടെ ലാസ്റ്റ് ടച്ചസ്, അതായത് മൈ ലാസ്റ്റ് ടച്ചസ്, അതായത് ഇയാളുടെ ഇതുവരെ ഉണ്ടായിരുന്ന തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഇയാളുടെ ഭാര്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുന്നു, ഭാര്യയുടെ ചിത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയുള്ളതാണെന്ന് ഡ്യൂക്ക് സ്വയം പറയുന്നുണ്ട്. അപ്പോൾ ഫ്രാ പാൻഡോൾഫ് എന്നുള്ള ഒരു ചിത്രകാരനാണ് ആ ചിത്രം വരച്ചത്. അയാളൊരു പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഫ്രാ പാൻഡോൾഫാണ് വരച്ചതെന്നൊക്കെ പറയണം. അതിനുശേഷം ഡ്യൂക്ക് ആ അതിഥിനോട് ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഡ്യൂക്ക് ഒരു ഉദ്ദേശത്തോടെയാണ് ഫ്രാ പാൻഡോൾഫാണ് ചിത്രകാരൻ എന്ന് പറഞ്ഞത്. കാരണം പല ആളുകളും, പല സ്ട്രേഞ്ചേഴ്സും ആ ഒരു ചിത്രം കാണുമ്പോൾ ഡ്യൂക്കിനോട് ആശ്ചര്യപ്പെട്ടിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രത്തിലുള്ള ഡച്ചസിൻ്റെ മുഖവികാരങ്ങൾ ഇത്രയും നന്നായി എങ്ങനെ വരുത്തി എന്നുള്ളതാണ് അവർക്കെല്ലാം അറിയേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡ്യൂക്കിനോട് എല്ലാവരും ഇതിങ്ങനെ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ കാരണം എന്താ വെച്ചാൽ ഡ്യൂക്കാണ് ഈ ഒരു കേർട്ടൻ മാറ്റിയിട്ട് ഡച്ചസിൻ്റെ ചിത്രം അതിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂക്കിനോട് എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ട് ഡച്ചസിൻ്റെ മുഖത്ത് അത്ര വികാരങ്ങൾ വരുത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡ്യൂക്ക് പറഞ്ഞു, ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്ന ആദ്യത്തെ ആളല്ല താൻ, അതായത് ഈ അതിഥി അല്ല ആദ്യമായിട്ടുള്ള ആൾ, ഈ ചോദ്യം ചോദിക്കുന്ന ആദ്യത്തെ ആൾ ഈ അതിഥി മാത്രമല്ല എന്ന് ഡ്യൂക്ക് എന്താണ് പ്രസ്താവന പറയാണ്. The Duke continues by saying that it wasn't only her husband's presence that brought that look into the eyes of the Duchess or the blush of happiness into her cheek. Even when Fra Pandolf complimented her by saying things like her shawl drapes over her was too much, or pain could never recreate the faint half blush that fading on her throat, the Duchess blushed. The Duke criticized her for being too easily made happy or impressed. He also claimed that she liked everything and everyone she saw, although his description suggests that she was ogling everyone who crossed her path. അപ്പോൾ ഡ്യൂക്ക് പറയുന്നത് അയാളുടെ ഭാര്യ അയാളെ കാണുമ്പോൾ മാത്രമല്ല മറ്റുള്ളവരെ കാണുമ്പോഴും എന്നാൽ അവളുടെ മുഖത്ത് ആ സന്തോഷം, അവളുടെ കവിളിൽ ആ നാണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഫ്രാ പാൻഡോൾഫ് ചില നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ അവളെന്താ നാണം കുടുങ്ങി എന്ന് പറയുന്നുണ്ട്. അതായത് ഫ്രാ പാൻഡോൾഫ് പറഞ്ഞു അവളുടെ ആ ഒരു അവളിട്ടിരിക്കുന്ന ഡ്രസ്സ് അത് അവളുടെ ബ്രസ്റ്റിൻ്റെ കുറച്ച് താഴ്ഭാഗത്ത് ഇറങ്ങി നിൽക്കുന്നു. അതുപോലെ തന്നെ അവളുടെ ത്രോട്ടിൻ്റെ ഭാഗത്തുള്ള ഒരു ഒരു ഫെയിൻ്റായിട്ടുള്ള ഒരു ബ്ലഷ് ഉണ്ട്, അത് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര നാണം കുടുങ്ങിയായിട്ടും സന്തോഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ ഈ ഒരു സ്വഭാവം ഡ്യൂക്കിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല.
അവളെന്താണ് കാണുന്നതൊക്കെയും അല്ലെങ്കിൽ കാണുന്നവരെയൊക്കെയും അവൾക്ക് ഇഷ്ടമായിരുന്നു പറയുന്നുണ്ട്. അപ്പം നമ്മുടെ റോബർട്ട് ബ്രൗണിങ് പറയുന്നുണ്ട് അയാളുടെ സംസാരം കേട്ടാൽ തോന്നും അയാളുടെ ഭാര്യ എല്ലാവരും നോക്കുന്ന അത്തരത്തിലുള്ളൊരു മോശം സ്ത്രീയാണെന്നുള്ളതാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. Next lines, the Duke has objection for that. She seemed to have been very happy at even small things. The costly present he gave her, which she wore at her chest, the sun setting in the west, a branch of cherries which an official took from a tree in the orchard and gave her, or the white mule she rode on around the terrace. All these were treated alike by her. She would say the same kind of words or give the same blush in response to all of them. The Duke also objected to her manner of thanking men. He complains that she values his pedigree and social position, his 900-year-old name, as equally important to anyone else's trivial gift to her. അപ്പോൾ ഡ്യൂക്കിന് അതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചു കാര്യങ്ങളിലും എന്താണ് അവൾ സന്തോഷവതിയായിരുന്നു പറയുന്നുണ്ട് നമ്മൾ ഡച്ചസ്. അവൾ നെഞ്ചിൽ ധരിച്ചിരുന്ന അയാൾ കൊടുത്ത വിലപിടിപ്പുള്ള സമ്മാനവും അതുപോലെ സൂര്യാസ്തമനവും ജോലിക്കാരൻ അവളുടെ ഗാർഡനിൽ നിന്ന് ഒടിച്ചെടുത്ത ഒരു ചെറി മരത്തിൻ്റെ ശാഖ അവൾക്ക് കൊടുക്കുന്നതും അതെല്ലാം അവൾക്ക് ഒരുപോലെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു പറയുന്നത്. അതിനെല്ലാം അവൾ ഒരേപോലത്തെ വാക്കുകൾ പറയും, ഒരേ തരം ചിരിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവളെന്താണ് അവരോട് നന്ദി പറയും. അങ്ങനെ സംസാരിക്കുന്നതൊക്കെ അയാൾക്ക് വിരോധമുണ്ടായിരുന്നു. അപ്പോൾ 900 കൊല്ലം പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേര് പോലും മറ്റുള്ളവർ കൊടുക്കുന്ന കൊച്ചു സമ്മാനം പോലെയാണ് അവൾ കരുതിയിരുന്നത്. അപ്പോൾ അയാൾക്ക് എന്താണ് അവൾ മറ്റുള്ളവർ സംസാരിക്കുന്നതും മറ്റുള്ളവർ ചിരിക്കുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നതും അയാൾക്ക് എന്താണ് അയാൾക്ക് മാത്രമേ പാടുള്ളൂ, ബാക്കിയുള്ള ആരോടും സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, സന്തോഷവതിയായിട്ട് കാണാനൊന്നും തന്നെ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂക്കിൻ്റെ അഭിപ്രായം. Next lines, the Duke asked whether anyone would actually lower himself to argue with someone about his or her behavior. Someone about his or her behavior, even if he were good with words and were able to clearly say, "These characteristics of yours disgusts me," or "Here you did too little or too much." And if the former Duchess had decided to change instead of being stubborn and making excuses that even would be beneath him, and he refuses to ever lower himself like that, the Duke then returned to his earlier refrain about his former wife indiscriminate happiness and complained of his guest that while the Duchess smiled at him whenever he passed by her, she gave everyone else the same smile as well. The Duke explained that she began smiling at others even more. അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനായിട്ട് ഉപദേശിക്കാൻ മാത്രം ആരെങ്കിലും സ്വയം താഴുമോ എന്ന് ഡ്യൂക്ക് ചോദിക്കുകയാണ് മെസ്സഞ്ചറിൻ്റെ അടുത്ത്, ഈ എമിസറിൻ്റെ അടുത്ത്. സോ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ നല്ല കഴിവുണ്ടെന്ന് കരുതുക. അപ്പോൾ അദ്ദേഹം അയാളുടെ ഭാര്യൻ്റെ അടുത്ത്, ഡച്ചസിൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയുന്നു, നിൻ്റെ ഈ സ്വഭാവം എനിക്കിഷ്ടമല്ല, നീ ഇവിടെ ചെയ്തത് അല്ലെങ്കിൽ നീ ഇവിടെ കാണിച്ചത് അല്പം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഇവിടെ നീ പറഞ്ഞത്ര കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഡച്ചസിൻ്റെ സ്വഭാവം നന്നാവുമായിരിക്കും, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം സ്വയം തിരുത്തുമായിരിക്കും. എന്നാലും അങ്ങനെ പറയുന്നത് എന്തോ ഡ്യൂക്കിന് കുറവാണ്, ഒരു കുറച്ചിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തരം താഴാൻ അദ്ദേഹത്തിന് സമ്മതമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡ്യൂക്കിൻ്റെ ഒരു വാദങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ഡച്ചസ് ചിരിക്കുമായിരുന്നു, മറ്റാരെ കണ്ടാലും അവൾ ചിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ ചിരി എന്താണ് കൂടുതൽ ഇങ്ങനെ അവൾ എന്ത് ചെയ്തു, ചിരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ, ദാറ്റ് ഈസ്, സോ ഹി ഗേവ് ഓർഡേഴ്സ് ആൻഡ് ഗോട്ട് ഹർ കിൽഡ് ആൻഡ് ഓൾ ഹർ smiles chopped. She leaves on and smiles only the painting. The Duke then asked us to stand up and to go with him to meet the rest of the guests downstairs. He also says that the Count, revealed here as the guest master and the father of the Duke's prospective bride to be, is so known for his generosity in matter of money that no request the Duke could make for a dowry could be turned down. Duke also added quickly that he has always insisted that the Count's beautiful daughter and not the dowry is his main objective. The Duke ended his speech by demanding that he and the Count's emissary go downstairs together. On their way, he directs the emissary's attention to the statue of Neptune taming a seahorse.
which is a rare work of the art that Claus of Innsbruck Brown specifically for him. അപ്പോൾ ഈ ലൈൻസിൽ പറയുന്നത് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ഡച്ചസിനെ വധിക്കാൻ ഏർപ്പാട് ചെയ്തു എന്നുണ്ട്. അവളുടെ ചിരി ഒക്കെ നിന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇനി ചിത്രത്തിൽ മാത്രമാണ് അവൾ ജീവിക്കുന്നതും അതുപോലെ ചിരിക്കുന്നതും എന്താണ് ഈ ചിത്രത്തിലൂടെ മാത്രമാണ്. ആൻഡ് ഷീസ് നോ മോർ എന്നുള്ളത് നമ്മുടെ ഡ്യൂക്ക് പറയണം. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഡ്യൂക്ക് അതിഥിനോട് എഴുന്നേറ്റിട്ട് കൂടെ താഴെ ചെല്ലാൻ പറഞ്ഞു. അവിടെ മറ്റുള്ള അതിഥികളൊക്കെ അവരെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഡ്യൂക്ക് പറയുന്നുണ്ട് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പിതാവായ കൗണ്ട്, അദ്ദേഹം വളരെ ദാനശീലനാണ്, എത്ര സ്ത്രീധനം വേണമെങ്കിലും അദ്ദേഹം തരും. അപ്പോൾ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും അദ്ദേഹം തരും. പക്ഷേ നമ്മുടെ ഡ്യൂക്കിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്, അല്ലാതെ സ്ത്രീധനമൊന്നുമല്ല, അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ വലുപ്പ് ചെറുപ്പമല്ല. അദ്ദേഹം ഇങ്ങനെ പൊങ്ങച്ചം പറയാണ്. ശരിക്കും അദ്ദേഹത്തിന് നല്ല പൈസയോടുള്ളൊരു ആർത്തി ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അയാൾ പറയുന്നില്ല എല്ലാത്തരും ദാനശീലനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് അയാൾക്കിങ്ങനെ പൈസയും വേണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു കൗണ്ടിൻ്റെ മോളെയും വേണം. അങ്ങനെ ഇവർ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡ്യൂക്ക് അതിഥിയെ മറ്റൊരു ചിത്രം കാണിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നെപ്റ്റ്യൂണ് ഒരു സമുദ്രക്കുതിരയെ മെരുക്കുന്ന ചിത്രമാണ്. ഓക്കെ, അപ്പോൾ നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ദൈവം, അദ്ദേഹം സമുദ്രക്കുതിരയെ മെരുക്കുന്ന ചിത്രമാണ്. അത് ക്ലൗസ് ഓഫ് ഇൻസ്ബെക്ക് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം നമ്മുടെ ഡ്യൂക്ക് പറഞ്ഞത് പ്രകാരം ഡ്യൂക്കിന് വേണ്ടി പ്രത്യേകമായിട്ട് ബ്രൗൺസിൽ, അതായത് ചെമ്പിൽ നിർമ്മിച്ചൊരു പ്രതിമയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രതിമനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് കാണിച്ചു കൊടുക്കുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ട് എന്താണെന്ന് വെച്ചാൽ ഡ്യൂക്കിൻ്റെ പുതിയ ഭാര്യ, അതായത് കൗണ്ടിൻ്റെ മോള്, പുതിയതായി കല്യാണം കഴിക്കുന്ന ആ ഒരു ഡച്ചസ്, അവരെന്തായിരിക്കണം, നമ്മുടെ ഡ്യൂക്കിൻ്റെ ആജ്ഞകളൊക്കെ അനുസരിച്ച് ജീവിക്കണം. അതാണ് അയാൾ ആ ഒരു നെപ്റ്റ്യൂണ് കടൽ കുതിരയെ മെരുക്കുന്നത് പോലെ, അല്ലെങ്കിൽ അദ്ദേഹം മെരുക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹം ആ ഒരു വർക്ക് ഈ ഒരു മെസ്സഞ്ചറിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അതാണ് ഇതിലൂടെ മീൻ ചെയ്യുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം പറയുന്ന ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം നെപ്റ്റ്യൂണ് ആ സീ ഹോഴ്സിനെ മെരുക്കുന്നത് പോലെ അദ്ദേഹം മെരുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യ ഇയാളോട് മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ, ഇയാളുടെ മാത്രം നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ പാടുള്ളൂ, മറ്റുള്ളവർ ചിരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ തീരെ സോഷ്യൽ ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഡച്ചസ് അങ്ങനെയല്ല, എല്ലാവരും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ഒരു സ്ത്രീയാണ് ഡച്ചസ് എന്ന് പറയുന്നത്. അതൊരിക്കലും ഡ്യൂക്കിന് ഇഷ്ടമാവുന്നില്ല. ഡ്യൂക്കിൻ്റെ വിചാരം ഡച്ചസിന് എന്തോ ഒരു സംഭവമായിട്ട് കിട്ടിയിട്ടുണ്ട്, അതായത് ഡ്യൂക്കിൻ്റെ ഭാര്യ എന്നുള്ള പദവി അത് അവൾക്ക് വലിയൊരു കിട്ടലാണെന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഡ്യൂക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കരുതലൊക്കെ. ഓക്കെ, അതിലപ്പുറത്തേക്ക് ഡച്ചസിന് ഒന്നും വേണ്ട. ഡച്ചസ് അതൊക്കെ ആ ഒരു പൊസിഷൻ കിട്ടിയതോടെ നിന്ന് ഡച്ചസ് ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ അടങ്ങി ഒതുങ്ങി ഡ്യൂക്ക് പറയുന്നതൊക്കെ കേട്ട് നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഡ്യൂക്കിന്. അങ്ങനെ വരാതായപ്പോൾ ഡച്ചസിനെ കൊല്ലാൻ പോലും അദ്ദേഹം മടിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം വേറൊരു കല്യാണം കഴിക്കുകയാണ്. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു ഡച്ചസ് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയും എങ്ങനെയായിരിക്കണം, ഇയാൾ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ, അതായത് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ഡച്ചസിൻ്റെ അച്ഛൻ്റെ മെസ്സഞ്ചറിന് കൊടുക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, I think it's clear to you. So we will meet with another chapter. Till then, take care. Bye.